this is all Lulu. അങ്ങ് ചൈനയിലും യൂസുഫ് അലിക്ക ഒരേ പൊളിയാണ്. ഒരു മലയാളി ടച്ച് കൊണ്ട് ചൈനീസുകാരെ പോലും അദ്ദേഹം ഞെട്ടിക്കുന്നുണ്ട്. ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചൈനയിലെ ലുലു ജീവനക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലഘു സംഭാഷണ വീഡിയോ ആണ്. ഒരു പച്ചയായ മനുഷ്യനെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ജീവനക്കാരോട് വളരെ മൃദുവായി ഇടപെടുന്ന മനുഷ്യത്വമുള്ള തൊഴിൽ ദാതാവിൻ്റെ മുഖം. എല്ലാ മുതലാളിമാർക്കും പറ്റാത്തതാണ്. പക്ഷേ പ്രശസ്തിയും സമ്പത്തും അത് മനസ്സിനെ മാറ്റിമറിച്ചിട്ടില്ല എന്ന് ഈ ദൃശ്യം വെളിവാക്കുന്നുണ്ട്. ഒപ്പം 2 തലമുറയായിട്ട് ചൈനയിലെ ലുലു മോളിൽ ജീവനക്കാരായി തുടരുന്ന കുടുംബത്തോടുള്ള സംഭാഷണവും ഏറെ ഹൃദ്യകരമാണ്. How many years now? 23. 23 years is with us. How many years? 23. Yeah. So you both are the oldest. Your son working here? Yes. Where is he? Sure. Oh, this is all Lulu. You are giving money to father? No. To my mom. Mother. You are giving money to your mother, not father. So I am very happy, second generation. Maybe third generation also will work. I may not be here. Salary on time? Yes. Any problem? No problem. Thank you very much. Yes. Happy? Happy. Thank you. Thank you. Yes. 20 years? Yeah, Oh. sorry. 20 years in my... How are you? How many years? 22 years. Oh, she is very senior, eh? Yes. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ഈ ബിസിനസ് മാഗ്നറ്റുമാരുടെ ഒരു ശൈലിയുണ്ട്. ഗൗരവതരക്കാരാണ്. ജീവനക്കാരോടും എംപ്ലോയീസിനോടും മസിൽ പിടിച്ച് മാത്രമേ സംസാരിക്കുന്നവരാണ്. പക്ഷെ അവിടെയാണ് യൂസുഫ് അലി എന്ന മനുഷ്യൻ കൂടുതൽ വ്യത്യസ്തനാകുന്നത്. ഏതാണോ താൻ നിൽക്കുന്ന വേദി, ആ വേദി ആവശ്യപ്പെടുന്ന വ്യക്തിയായി മാറുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും കഴിയുന്ന കാര്യമല്ല. അതാണ് അദ്ദേഹത്തിലുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി. ചൈനീസുകാരെ പോലും അമ്പരപ്പിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം സംസാരത്തിലായിക്കോട്ടെ, ഇടപെടലിലായിക്കോട്ടെ, അവരോടുള്ള കുശലാന്വേഷണത്തിലായിക്കോട്ടെ, അദ്ദേഹം തീർത്തും സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനെ പോലെയാണ് ഇടപെടുന്നത്. ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ വേറിട്ട വ്യക്തിത്വമാക്കി മാറ്റുന്നത്. എന്തായാലും ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായി മാറിയിട്ടുണ്ട്. ചൈനയിലെ ലുലു മോൾ സന്ദർശനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ജീവനക്കാരോടെല്ലാം എങ്ങനെയാണ് ഒരു തൊഴിൽ ദാതാവ് ഇടപെടേണ്ടത് എന്നതിൻ്റെ സന്ദേശം കൂടി ആ ദൃശ്യങ്ങളിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങ് ചൈനയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നത്. ചൈനീസുകാരായിട്ടുള്ള ജീവനക്കാരോടൊക്കെ അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നുണ്ടെങ്കിലും ആ സംസാരിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലെല്ലാം ഒരു മലയാളിത്വം നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. മലയാളിക്ക് അഭിമാനം വാരി വിതറുന്നുണ്ട്. അങ്ങ് ചൈനയിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു മലയാളി അവിടെ വലിയ സ്വീകാര്യനാണെന്നറിയുന്നത് ഈ നാടിനു കൂടി വലിയ അഭിമാനമായി മാറുകയാണ്.